കോർഫുഖാൻ തുറമുഖത്തു നിന്ന് 14 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ട സിംഗപ്പൂർ കമ്പനിയുടെ എണ്ണക്കപ്പലായ അയൺ മോംഗർ 3 ജീവനക്കാരുടെ ജീവനാണ് അപകടാവസ്ഥയിൽ തുടരുന്നത്. ജൂൺ 7 കപ്പൽ നങ്കൂരമിട്ടതോടെ ആരംഭിച്ച ഈ ദുരിതത്തിന് 1.5 മാസമായിട്ടും ഫലവത്തായ യാതൊരു ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനിടയിൽ 2 തവണ ഇന്ധനം തീർന്ന് കപ്പൽ ബ്ലാക്കൌട്ടിലായി. ജീവനക്കാർക്കുള്ള ഭക്ഷണവും വെള്ളവും പലപ്പോഴും തീരുകയും ചെയ്തു. തങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്ത്യൻ സർക്കാർ, എംബസി തുടങ്ങിയ സംവിധാനങ്ങളെ അറിയിച്ചെങ്കിലും യാതൊരു ഫലവുമുണ്ടായില്ലെന്ന് ജീവനക്കാർ പറയുന്നു. ഇത് ശരിക്കും പോർട്ടാണ് ഇതിൽ ഇടപെടേണ്ടത്. ഇതിനെ ഫോഴ്സ് ചെയ്യേണ്ടത്, പോർട്ടിനെ പ്രഷറൈസ് ചെയ്യേണ്ടത് നമ്മുടെ ഇന്ത്യൻ കോൺസുലേറ്റ് നന്നായി ഒരു ഇത് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളെ 1 മാസം മുമ്പ് തന്നെ ഇറക്കാമായിരുന്നു. ഇത് വിഷയം പഠിച്ചു വരാൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരു മാസം എടുത്തു. അവർ പഠിക്കാൻ ഇൻട്രസ്റ്റ് എടുത്തില്ല, അതാണ് ശരിക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മന്ത്രി കെ സി ജോസഫും ഇവരുമായി ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും 3 മലയാളികൾ ഉൾപ്പെടുന്ന ഈ ജീവനക്കാരെ രക്ഷപ്പെടുത്തുവാൻ ഇതുവരെ സാധിച്ചില്ല. കേന്ദ്രമന്ത്രി ശശി തരൂർ കഴിഞ്ഞ മാസം ദുബായ് സന്ദർശിച്ചപ്പോൾ ജീവനക്കാരെ രക്ഷപ്പെടുത്തുവാൻ എംബസിക്ക് നിർദ്ദേശം നൽകുമെന്നും അറിയിച്ചിരുന്നു. 7 മാസത്തിലധികമായി ശമ്പളം ലഭിക്കാതെ കഴിയുന്നവരാണ് കപ്പലിൽ അകപ്പെട്ട 11 ജീവനക്കാരും. ശമ്പളം ലഭിച്ചില്ലെങ്കിലും നാട്ടിലെത്തണമെന്ന ഇവരുടെ ആഗ്രഹത്തിനു മുന്നിലെ ഏക തടസ്സം സ്വന്തം ഭരണാധികാരികളുടെ നിസ്സംഗത മാത്രമാണ്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്.